കുടുംബം നോക്കി ഒരു കുഴപ്പമില്ലാതെ നമ്മളെ കുടുംബം നോക്കി മക്കളെ എല്ലാം നല്ലതുപോലെ നോക്കിക്കൊണ്ട് നടന്ന ഒരു മനുഷ്യനാണ്. അച്ഛനിപ്പം തീരെ വയ്യാണ്ട് ഇപ്പം ഡയാലിസ് ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഡയാലിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ബേക്കറിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം എന്നെ വേറെ ഒരു നിവർത്തിയും ഇല്ല ഞങ്ങൾക്ക്. വിധി തളർത്തിയ ഈ ഓട്ടോ ഡ്രൈവർക്ക് ഇനി നിങ്ങളുടെ കൈത്താങ്ങ് മാത്രമാണ് അഭയമായുള്ളത്. ഹർഷകുമാറിന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം. ആലങ്കോട് നിവാസികൾക്ക് ഹർഷകുമാർ എന്ന പേര് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. ആലങ്കോട് ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടത്തിന് വിളിച്ചാൽ നിറഞ്ഞ ചിരിയോടെ ഓടിവരുന്ന നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായ ആ മനുഷ്യനെ ഓർമ്മയില്ലേ? കുടുംബത്തോടും സമൂഹത്തോടും വലിയ ഉത്തരവാദിത്തം കാണിച്ചിരുന്ന അധ്വാനിയായ ആ മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ഒരുപക്ഷെ ഉറ്റവർക്ക് പോലും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. 2 വർഷമായി ആലങ്കോട് പേരാണം മേലാറ്റിങ്ങൽ സ്വദേശിയായ ഹർഷകുമാർ കിടപ്പിലായിട്ട്. വിധിയുടെ ക്രൂരത ഗുരുതരമായ വൃക്കരോഗത്തിന്റെ രൂപത്തിലാണ് ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നത്. 6 വർഷം ഇപ്പൊ സുഖമില്ലാതെ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയാണ്. ഇപ്പൊ ഒരു കിഡ്നിക്ക് 2 കിഡ്നിക്കും തകരാറാണ്. ഒരു കിഡ്നിയിൽ മുഴ വന്ന് ഇപ്പൊ മുഴ മാറ്റി ഇപ്പൊ ഡയാലിസിസ് ആഴ്ചയിൽ 2 എണ്ണം വീതം ചെയ്യണം. അത് നമ്മളെ കൊണ്ട് സാമ്പത്തിക കുറവാകുന്നതുകൊണ്ട് നമ്മളിപ്പം വലിയ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് തന്മനസ്സുള്ളവർ നമ്മളെ സഹായിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ആട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ആട്ടോ ഈ 10-25 വർഷം കൊണ്ട് ആട്ടോ ഓടിക്കുന്നു. കുടുംബം നോക്കി ഒരു കുഴപ്പമില്ലാതെ നമ്മളെ കുടുംബം നോക്കി മക്കളെ എല്ലാം നല്ലതുപോലെ നോക്കിക്കൊണ്ട് നടന്ന ഒരു മനുഷ്യനാണ്. വേറെ ഒരു വൃത്തികെട്ട സ്വഭാവവും ഇല്ല, ഒരു വെള്ളമടിയില്ല, വീഡിയോയിൽ ഒന്നുമില്ല. ഒരു നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. നമ്മളെ കൊണ്ടത് ആഴ്ചയിൽ 2 ഡയാലിസ് ആയപ്പോഴത്തേക്ക് നമ്മൾ കൊണ്ടത് താങ്ങാൻ വയ്യാതായി. ഇപ്പം മെഡിക്കൽ നമ്മളിപ്പം ഒരു മാസം ചേർത്തുകൊണ്ട് കിടന്നു. ഇപ്പം പോയി ഒരാഴ്ച കിടന്നിട്ടാണ് ഞങ്ങൾ വന്നത്. തന്റെ രോഗം തിരിച്ചറിഞ്ഞപ്പോഴും അദ്ദേഹം തളർന്നില്ല. താൻ കിടപ്പിലായാൽ പട്ടിണിയിലാകുന്ന കുടുംബത്തെ ഓർത്ത് ആ അസുഖം ആരെയും അറിയിക്കാതെ അദ്ദേഹം ഓട്ടോറിക്ഷയുമായി നിരത്തിലിറങ്ങി. ഒടുവിൽ ശരീരം ഒട്ടും വഴങ്ങാത്ത അവസ്ഥയിലെത്തിയപ്പോഴാണ് ആ ചക്രങ്ങൾ നിലച്ചത്. അതോടെ ആ കുടുംബത്തിന്റെ അത്താണിയാണ് ഇല്ലാതായതും. 2 പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു ഓട്ടോ ഡ്രൈവറുടെ പരിമിതമായ വരുമാനത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരെ അദ്ദേഹം നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചയച്ചു. ഇന്ന് താൻ കിടപ്പിലായപ്പോൾ തന്നെ നോക്കാൻ ആൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആ അച്ഛൻ വെറുതെയെങ്കിലും ആഗ്രഹിച്ചു പോകുന്നുണ്ടാവും. അച്ഛന് വേറെ കുഴപ്പമൊന്നും ആദ്യ സമയത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു വെള്ളമൊടിയോ സീർക്കിലോ അങ്ങനെ ഒരു മനുഷ്യനല്ല. ഇപ്പോൾ ഞങ്ങൾ 2 പെൺമക്കളാണ് ഉള്ളത്. അച്ഛനിപ്പം തീരെ വയ്യാണ്ട് ഇപ്പം ഡയാലിസ് ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഡയാലിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ടിപ്പോൾ എനിക്ക് ജോലിക്ക് ഞാൻ ലുലുമാളിൽ സെക്യൂരിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ജോലിക്ക് പോലും എനിക്കിപ്പം പോകാൻ പറ്റില്ല. കാരണം ഒരു ആമക്കളില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെൺകുട്ടികളാണ്. അച്ഛനെ കൊണ്ടുപോകാൻ പോലും നിവർത്തിയില്ല. ജോലിയിൽ ലീവ് എടുത്താണ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ജോലി പോലും നേരാവണ്ണം ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ അത് ആകെ ഒരു ബുദ്ധിമുട്ടാണ്. അച്ഛനിപ്പോൾ ഞാൻ എൻ്റെ അമ്മയും കൂടെയാണ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ഡയാലിസ് തന്നെ ഇപ്പം ആഴ്ചയിൽ ഇപ്പം ഒരുപാട് പേര് സഹായിച്ച് ഞങ്ങൾ കടം വാങ്ങിച്ചുമൊക്കെ ഒരുപാട് ഞങ്ങൾക്കിനി വലിയൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കിപ്പോൾ. കാരണം 2 ഡയാലിസ് ആയതുകൊണ്ട് അച്ഛനെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണമെന്നുള്ളൊരിതുണ്ട്. അതിനുള്ളൊരു സാമ്പത്തികം ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. ഉള്ളിടത്തോളം ഞങ്ങൾ കടം വാങ്ങി ഇനി വാങ്ങിക്കാനും ഉള്ള ഒരു സാമ്പത്തികമല്ല. സന്മനസ്സുള്ള ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചു, അടുത്തുള്ള ആൾക്കാരൊക്കെ. എന്നിട്ടും ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല അതിൻ്റെ കാര്യങ്ങൾ. കാരണം ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല കാര്യങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അച്ഛനെ എങ്ങനെയും രക്ഷപ്പെടുത്തി എടുക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു സന്മനസ്സുള്ള എല്ലാവരും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. മക്കൾ 2 പേരും വിവാഹിതരായി പോയെങ്കിലും അവരും സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. ദൈനംദിനം ജോലി ചെയ്ത് ജീവിക്കുന്ന അവരുടെ ഭർത്താക്കന്മാർക്ക് ഹർഷകുമാറിന്റെ വലിയ ചികിത്സാ ചെലവുകൾ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഇന്ന് ഹർഷകുമാറിന്റെ ലോകം ഈ 4 ചുവരുകൾക്കുള്ളിലാണ്. തൊഴിൽ രഹിതയായ ഭാര്യയാണ് കൂട്ടിന് ഒപ്പമുള്ളത്. ഉള്ളതെല്ലാം വിറ്റുപറുക്കി ചികിത്സ നടത്തി. ആകെയുള്ളത് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഒരു വീട് മാത്രം. അതാകട്ടെ വിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും. എൻ്റെ അനിയത്തി മാത്രമാണുള്ളത്. ഞാൻ മൂത്ത ആളാണ്. എന്നാൽ ഞങ്ങൾക്ക് വേറെ സഹായിക്കാൻ വേറെ ആരുമില്ല. സഹോദരന് അങ്ങനെ ആരുമില്ല. അപ്പം നമ്മൾ മാത്രമാണ് ഇപ്പോൾ അച്ഛനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും എല്ലാം. ആഴ്ചയിൽ 2 എണ്ണം ആകുമ്പോഴത്തേക്ക് ഒരു മാസത്തിൽ തന്നെ ഒരുപാടായി. ഇപ്പോൾ ബന്ധുക്കളുടെയൊക്കെ സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ബേക്കറിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം എന്നെ വേറെ ഒരു നിവർത്തിയും ഇല്ല ഞങ്ങൾക്ക് ഇതല്ലാതെ. നാട്ടുകാരും സുഹൃത്തുക്കളും സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ അദ്ദേഹം ജീവൻ നിലനിർത്തിപ്പോന്നത്. എന്നാൽ ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കാൻ ഈ കുടുംബത്തിന് മടിയുണ്ട്. പക്ഷേ ചികിത്സ മുടങ്ങിയാൽ മരണം മുന്നിലുണ്ടെന്ന സത്യം ഇവരെ ഭയപ്പെടുത്തുന്നുമുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സങ്കടം പറയാൻ പോലും കഴിയാതെ വിങ്ങുകയാണ് ഈ കുടുംബം. ഇവിടെയാണ് നമ്മുടെ സഹായം ഹർഷകുമാർ തേടുന്നത്.
കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇന്ന് ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ്. ഈ കുടുംബത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം. അല്പം കരുതൽ മാത്രം മതി. അത് ചിലപ്പോൾ ഒരു ജീവൻ തന്നെ തിരികെ നൽകിയേക്കാം. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.